ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാമാരെ, ഇന്നത്തെ വീഡിയോയിൽ മൂന്നാറിലെ ഒരു ഹാഫ് ഡേ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം മൂന്നാറിൽ വരുന്ന മിക്കവരും പറയാറുണ്ട് ഞങ്ങൾ വൺ ഡേ ട്രിപ്പായിരുന്നു, പക്ഷേ മൂന്നാറിൽ എത്തിയപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞു, പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. ഉച്ച കഴിഞ്ഞ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാറിൽ എന്തൊക്കെ കാണാം, പിന്നെ അതുപോലെ തന്നെ രാത്രി എന്തൊക്കെ ആണ് നമുക്ക് മൂന്നാറിൽ കാണാനുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മച്ചന്മാരെ, ഈ ഒരു ഇൻട്രോ വീഡിയോ എടുക്കുന്നതിന് ഒരാഴ്ച മുമ്പായിട്ടാണ് നമ്മളൊരു ഹാഫ് ഡേ ട്രിപ്പ് എടുത്തത്. നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ പോലെ റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു റൂട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം നമുക്ക് പോയിട്ട് മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആനച്ചാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. വണ്ടർ വാലി അഡ്വഞ്ചർ പാർക്ക്, അതുപോലെ ഡ്രീം ലാൻഡ് അഡ്വഞ്ചർ പാർക്ക്, ചെങ്കുളം ഡാം, അതുപോലെ ഒരുപാട് റിസോർട്ടുകൾ, പിന്നെ നമുക്കിവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം കൂടുതലും ഗസ്റ്റുകൾ സ്റ്റേ ചെയ്യുന്നതൊക്കെ ആനച്ചാൽ ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ആനച്ചാൽ നമ്മൾ പോകുന്ന കഴിയുമ്പോഴത്തേക്കും ചിത്രപുരം എന്ന് പറഞ്ഞ സ്ഥലം മുതലാണ് തേയില സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹാഫ് ഡേ സൈറ്റ് സീയിൽ ഫസ്റ്റ് സ്പോട്ടായിട്ട് നമുക്ക് 2-ാം മൈൽ വ്യൂ പോയിൻ്റ് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ഗസ്റ്റുകൾ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരുപാട് റീൽസുകൾ വൈറലായി പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ നമ്മൾ വേറെ എവിടെയും നിർത്താതെ നേരെ മൂന്നാർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിവാസൽ പൈപ്പ് ലൈനും ആറ്റുകാട് വാട്ടർഫാൾസൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഫാൾസിലൊന്നും വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, നേരെ മൂന്നാറിലേക്ക് പോരുവാണ്. അപ്പോൾ നമ്മൾ പഴയ മൂന്നാറിലേക്ക് എത്തുകയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഹെഡ് വർക്ക്സ് ഡാം എന്ന് പറയുന്നത്. പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതിയുടെ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഡാമിലാണ്. ഇതിനോട് തന്നെ ബേസ്ഡ് ആയിട്ടാണ് ഇവിടെ ഒരു ഹൈഡൽ പാർക്കൊക്കെ ഉള്ളത്. നമ്മൾ ഹൈഡൽ പാർക്കിലൊന്നും ഇപ്പോൾ ഇറങ്ങുന്നില്ല മച്ചാന്മാരെ. അപ്പോൾ ഇതാണ് പഴയ മൂന്നാർ അഥവാ ഓൾഡ് മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് KSRTC ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ KSRTCയുടെ തന്നെയാണ് പെട്രോൾ പമ്പും ഒക്കെ ഉള്ളത്. നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുന്നത് വീക്കെൻഡിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. നോർമലി മാട്ടുപ്പെട്ടിയും അതുപോലെ ടോപ്പ് സ്റ്റേഷനൊക്കെ പോകുന്ന റൂട്ടിൽ നല്ല തിരക്കാണ്. ഇപ്പോൾ നമ്മൾ പഴയ മൂന്നാർ കഴിഞ്ഞ് പുതിയ മൂന്നാറിന് മുൻപായിട്ട് റൈറ്റ് സൈഡിലേക്കുള്ള പാലം കയറി പൂപ്പാറ പോകുന്ന റൂട്ടിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇത് ഗ്യാപ്പ് റോഡ് എന്നാണ് നമ്മൾ നോർമലി പറയുന്ന ഈ ഒരു റൂട്ടിൻ്റെ പേര്, ഗ്യാപ്പ് റോഡ് റൂട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാം. നമ്മളിപ്പോൾ എന്താണെങ്കിലും ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഈ ടൈമിൽ ഇറങ്ങുന്നില്ല. അങ്ങനെ നമ്മൾ ഇതേ റൂട്ടിൽ തന്നെ നേരെ പോവുകയാണ്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മൂന്നാർ കോളനി സൈഡൊക്കെ കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ, മൂന്നാറിലുള്ള ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് ഈ ഒരു മൂന്നാർ കോളനി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കയറ്റം കയറി വരുമ്പോഴത്തേക്ക് സിഗ്നൽ പോയിൻ്റ് എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇറക്കമാണ്. ഇറക്കം ഇറങ്ങി കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ അതിമനോഹരമായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു സ്പോട്ടിന്, ഈ ഒരു മലകൾക്കൊക്കെ പലരും പല പേരുകൾ പറയാറുണ്ട്. ഇഡ്ഡലി ഹിൽസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം ഇതിൻ്റെ ഷേപ്പ് ഇഡ്ഡലിയുടെ ടൈപ്പ് ഷേപ്പാണ്. ശരി, ഇഡ്ഡലി പോലെ ഉണ്ടല്ലേ. ഇഡ്ഡലി ഹിൽസ് എന്നാണ് ഇതിന് പറയുന്നത്, ഈ മലകൾക്ക്. ചൂടില്ല. സൂപ്പർ. ചമര. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്പോട്ടായി വരുന്നത്, ഇഡ്ഡലി ഹിൽസ്. അപ്പോൾ ഇതിന് ശേഷം നമ്മളിത് വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്. ദേവികുളം പോകുന്ന റൂട്ടാണിത്. ദേവികുളം പൂപ്പാറയൊക്കെ പോകുന്ന റൂട്ടാണ്. അടുത്ത മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ദേവികുളമാണ്.
മച്ചാന്മാരെ അപ്പം നമ്മൾ ഈ റൂട്ടിൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള വഴിയിൽ ഡീവിയേഷൻ എടുക്കുകയാണ്. ദേവികുളം പോകുന്ന വഴിയാണിത്. ദേവികുളം പോലീസ് സ്റ്റേഷനും അങ്ങനെ കുറേ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. മച്ചാന്മാരെ അപ്പം നമ്മൾ ഇതിലേ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അടുത്തതായിട്ട് ലോക്ക്ഹാർട്ട് ടീ ഫാക്ടറി കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. മെയിൻ വഴി കൂടെയും പോകാം. അന്നേരം നമുക്ക് അവിടെ ടോളൊക്കെ ഉണ്ട്. ടോള് കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ടോളും ലാഭിക്കാം. പിന്നെ വഴി ഇച്ചിരി മോശമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ലോക്ക്ഹാർട്ട് ടീ ഫാക്ടറി എന്നൊക്കെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ലോക്ക്ഹാർട്ട് ടീ ഫാക്ടറിയിലേക്ക് എത്തി കേട്ടോ. മൂന്നാറിലെ ഏറ്റവും പഴക്കം ചെന്ന ഫാക്ടറികളിൽ ഒന്നാണ് ലോക്ക്ഹാർട്ട് ടീ ഫാക്ടറി. ഇവിടെ നമുക്ക് ഉള്ളിൽ കയറി കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ. നമ്മൾ പണ്ട് ഈ ഒരു ഫാക്ടറിയിൽ വിസിറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താണെങ്കിലും ഈ തവണ കയറി കണ്ടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ഫാക്ടറിക്കുള്ളിൽ കയറി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഫാക്ടറി മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ഇവിടെ ടീ ടേസ്റ്റിങ്ങിനും പിന്നെ ടീ പർച്ചേസിങ്ങിനൊക്കെ നമുക്ക് അവസരമുണ്ട്. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് വരുന്നത് ഈ ഒരു ടീ ഫാക്ടറിയാണ്, ലോക്ക്ഹാർട്ട് ടീ ഫാക്ടറി. ദക്ഷു പട്ടിസാറിൻ്റെ ഫാനാണ്. അപ്പോൾ ഇവിടെ പട്ടിസാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ടാറ്റയെ കൊടുത്തു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടായ ലോക്ക്ഹാർട്ട് ടീ ഫാക്ടറി കഴിഞ്ഞ് നമ്മളിവിടുന്ന് മെയിൻ റോഡിലേക്ക് കയറുവാണ്. മച്ചാന്മാരെ അപ്പോൾ നമ്മൾ ഈ വന്ന റൂട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോള് കൊടുക്കാതെ ഈ റൂട്ടിൽ കൂടെ പോകാൻ പറ്റും. മച്ചാന്മാരെ ഇവിടുന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്, പൂപ്പാറ റൂട്ടിൽ തന്നെ, ഗ്യാപ്പ് റോഡിൽ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങാനുള്ള ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. മിക്കവരുടെ ഉദ്ദേശം തേയിലത്തോട്ടത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്പോട്ട്, നമ്മുടെ നാലാമത്തെ സ്പോട്ട് ഈ ഒരു സ്പോട്ടാണ്. മിക്കവാറും മൂന്നാർ വരുന്നവരുടെ ഒരു ആഗ്രഹമാണ് തേയിലത്തോട്ടത്തിൽ ഇറങ്ങി ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ മിക്കപ്പോഴും നമ്മൾ ഇറങ്ങുമ്പോൾ പെർമിഷൻ ഇല്ലാതെ ഇറങ്ങുന്നതുകൊണ്ടാണ് അണ്ണന്മാരൊക്കെ വന്ന് തെറി പറയും, തേയിലത്തോട്ടത്തിൽ നിന്ന് ഓടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കങ്ങനെ തെറി കേൾക്കാതെ തേയിലത്തോട്ടത്തിലിറങ്ങി നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് തേയിലയിൽ ഇറങ്ങി ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ വന്നാൽ മതി. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും തെറി കേൾക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് തേയിലത്തോട്ടത്തിൽ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ സ്വീറ്റ് കോണും അതുപോലെ മാഗി, ചായ, പൈനാപ്പിൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടും. ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പോൾ നമ്മളെന്താണെങ്കിലും സ്വീറ്റ് കോണ് വേവിച്ചത് വാങ്ങിയിട്ടുണ്ട്. മച്ചാന്മാരെ അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിന്നും വീണ്ടും പോവുകയാണ്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ, അപ്പം തേയിലയെല്ലാം ഇറങ്ങി ഫോട്ടോ എടുക്കണം എന്നുള്ള താല്പര്യമൊന്നും നമുക്കില്ലായിരുന്നു. മച്ചാന്മാരെ നമ്മുടെ ആ ഒരു സ്പോട്ട് കഴിഞ്ഞു. നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ് അടുത്ത സ്പോട്ടിലേക്ക്. അപ്പോൾ ഗ്യാപ്പ് റോഡിൽ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു കള്ളൻ്റെ ഗുഹ എന്നൊക്കെ പറഞ്ഞൊരു സ്പോട്ടുണ്ട്. അപ്പോൾ കള്ളൻ പണ്ട് ഒളിച്ചിരുന്ന ഗുഹയാണെന്നൊക്കെ പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്താണെങ്കിലും ഇവിടെ ഇറങ്ങി ഇവിടെയും നമ്മൾ മുന്നേ കണ്ട പോലെയുള്ള ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗുഹ മാത്രമല്ല, ലെഫ്റ്റ് സൈഡിൽ വേറെ വ്യൂവും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ അടുത്ത മെയിൻ സ്പോട്ട്. റോക്ക് കേവ് എന്നും കള്ളൻ ഗുഹ എന്നും ഗ്യാപ്പ് റോഡ് ഗുഹ എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് നമ്മുടെ അടുത്ത സ്പോട്ട് കേട്ടോ. ഇത് ഗുഹ കണ്ടോ അമ്മ, അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി കണ്ടോ മച്ചാന്മാരെ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ വരുന്നവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക. അപ്പോൾ ഈ ഒരു ഗുഹ വൃത്തികേടായി കിടക്കുന്നതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ആ ഒരു സൈഡിലേക്ക് ചായ കുടിക്കാനൊക്കെ ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. നല്ല സൺസെറ്റ് വ്യൂ കിട്ടാൻ പറ്റിയ സ്പോട്ടാണിത്. മച്ചാന്മാരെ, മഴക്കാലത്ത് ഈ ഒരു റൂട്ട് അത്ര സേഫ് അല്ല. എല്ലാ മഴക്കാലത്തും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവാറുണ്ട് ഈ ഒരു റൂട്ടിൽ.
മച്ചാമാരെ ഈ ഒരു സ്പോട്ടിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്ത് നമുക്കൊരു വാട്ടർഫാൾസ് ആണുള്ളത്. പക്ഷേ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വാട്ടർഫാൾസിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മച്ചാമാരെ ദേ ഒരു ഭാഗത്താണ് വാട്ടർഫാൾസ് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ കാണാം പാറയായിട്ട് തന്നെ കിടക്കുവാണ്, വെള്ളമൊന്നുമില്ല. മച്ചാമാരെ അപ്പം വെള്ളമുണ്ട് എന്നുള്ള ടൈമിലാണെങ്കിൽ നമ്മുടെ അടുത്ത മെയിൻ സ്പോട്ട് ഈ ഒരു പെരിയ കനാൽ വാട്ടർഫാൾസ് ആണ്. നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ അതോ. വാട്ടർഫാൾസിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അധിക സമയം ഇവിടെ കളഞ്ഞില്ല. നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവാണ്. നമ്മളീ പോണ റൂട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്കൊരു റൂട്ട് കാണാം, അത് സൂര്യനെല്ലി റൂട്ടാണ്. അപ്പോൾ അവിടെയാണ് കുളുക്കുമലയ്ക്കൊക്കെ പോകുന്ന എൻട്രൻസ് ഒക്കെ വരുന്നത്. നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ എന്താണെങ്കിലും പോകുന്നില്ല. കുളുക്കുമല ഏറ്റവും ബെസ്റ്റ് ടൈം രാവിലെ സൺറൈസ് കാണാൻ തന്നെയാണ്. നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഡാമിലേക്കാണ് കേട്ടോ. ആനയിറങ്ങൽ ഡാമാണ് നമുക്ക് ഇവിടുന്ന് ദൂരെയായിട്ട് കാണാൻ കഴിയുന്നത്. നല്ല തണുപ്പായി തുടങ്ങി. ഇതങ്ങ് അടച്ചിടായിരുന്നല്ലേ. വെള്ളം കണ്ടോ? വെള്ളം കണ്ടോ? മച്ചാമാരെ ഈ ഒരു റൂട്ടിൽ തന്നെയാണ് മൂന്നാറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ബസ് സർവീസ് ചെയ്തത്. ഡബിൾ ഡെക്കർ KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്. മച്ചാമാരെ ഈ ഒരു റൂട്ടും ഈ ഒരു സ്ഥലങ്ങളൊക്കെ നിങ്ങൾ എന്താണെങ്കിലും വന്നിട്ടില്ലെങ്കിൽ പോലും ടി വിയിലാണെങ്കിലും കണ്ടിട്ടാവും. നമ്മുടെ അരിക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞ ആനയുടെ ജന്മസ്ഥലമാണ് ഈ ഒരു ആനയിറങ്ങൽ ഡാമും അതിൻ്റെ ചുറ്റുമുള്ള ഏരിയയൊക്കെ. അപ്പോൾ അരിക്കൊമ്പൻ ആനേനെ പിടിക്കുന്ന ടൈമിലൊക്കെ ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പലതവണ കാണിക്കുന്നുണ്ടായിരുന്നു ടി വിയിലും ന്യൂസിലൊക്കെ. മച്ചാമാരെ നമ്മുടെ അടുത്ത മെയിൻ സ്പോട്ടാണ് ഈ ഒരു ആനയിറങ്ങൽ ഡാം. ഇവിടെ ബോട്ടിങ്ങും പെഡൽ ബോട്ട് അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പല ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് തന്നെ ഇവിടെ അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ നമുക്കിവിടെ കയറണമെങ്കിലും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചും കൂടെ മുന്നേ വരുവാണെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ നമുക്ക് കവർ ചെയ്യാം. വെള്ളമാണോ? അപ്പോൾ ദശുവിന് ഈ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അപ്പം നേരെ സന്ധ്യ കൊണ്ട് തന്നെ കാക്കകളൊക്കെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മളിനിയും നമ്മുടെ സ്പോട്ട് കഴിഞ്ഞിട്ടില്ല. രാത്രി നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന 1-2 സ്ഥലങ്ങളൊക്കെ കൂടി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ ടോൾ പ്ലാസ കഴിഞ്ഞാണ് ഈ ഒരു ഗ്യാപ്പ് റോഡിൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അവിടെ ഒരു ടോൾ ഗേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ മൂന്നാർ എത്താറാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. റിസോർട്ടുകളും അതുപോലെ വീടുകളും അങ്ങനെയുള്ള
എല്ലാത്തിൻ്റെയും ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത മെയിൻ സ്പോട്ട് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. നമ്മൾ മുന്നേ അങ്ങോട്ട് പോകുന്ന ടൈമിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഗേറ്റൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് വൈകുന്നേരം രാത്രി ടൈമിലാണ്. അപ്പോൾ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ കയറണമെങ്കിലും ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ടൈമും ഒക്കെ ഉണ്ട് കേട്ടോ. മ്യൂസിക്കൽ ഫൗണ്ടൈൻ നമ്മൾ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സംഭവമാണ്. അപ്പോൾ 7 മണിക്ക് 8 മണിക്ക് എന്നൊക്കെ ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. പല ദിവസങ്ങളിലും ചിലപ്പം വ്യത്യാസങ്ങളുണ്ടാവാം. അച്ചന്മാരെ ഇപ്പോൾ ഇതാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ. ഇതൊക്കെ നമുക്ക് കാണണമെങ്കിൽ രാത്രി വന്നെങ്കിൽ മാത്രമാണ് കാര്യമുള്ളൂ. നമ്മൾ പകൽ വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റിംഗ് സംവിധാനങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ രാത്രി വിസിറ്റ് ചെയ്യുക, അതും ഈ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൈനുള്ള ടൈമിൽ തന്നെ. മച്ചാന്മാരപ്പം ബൊട്ടാണിക്കൽ ഗാർഡന് ശേഷം നമ്മൾ അടുത്തതായി പോകുന്നത് ഹൈഡൽ പാർക്കിലേക്കാണ്. ഹൈഡൽ പാർക്കും അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ തന്നെ വിസിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. വൈകുന്നേര ടൈമിലാണ് ഹൈഡൽ പാർക്കിലും ചെല്ലാൻ നല്ലത്. കാരണം അവിടെയും ഇതുപോലെ തന്നെ ലൈറ്റും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനൊക്കെ നല്ലത് ഈ ഒരു ഈവനിങ് ടൈമിൽ തന്നെയാണ്. ഹൈഡൽ പാർക്കിൽ എൻട്രി വരുന്ന 80 രൂപയാണ് ഒരാൾക്ക്. ഇവിടെ ഒരുപാട് പൂവുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ മസ്റ്റായിട്ട് ഈ ഒരു ഹൈഡൽ പാർക്കിൽ കയറണം. അതിഷ്ടപ്പെട്ടെ അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഈ ഒരു ഹൈഡൽ പാർക്കിലെത്തിയപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ കുറേ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചുക്ക് കാപ്പിയൊക്കെ കിട്ടി. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റാളും കാര്യങ്ങളൊന്നും നിങ്ങൾ വരുന്ന ടൈമിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് മൂന്നാറിൽ എത്തുന്നതെങ്കിൽ പോലും ഇത്രയും സ്ഥലങ്ങൾ ആവറേജ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരും അയ്യോ വന്നപ്പോൾ ടൈം ഒരുപാടായിപ്പോയല്ലോ ഇനി മൂന്നാറൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയ എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വന്നാൽ പോലും കാണാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തം വണ്ടിയിൽ ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. അതല്ല ക്യാബ് സർവീസ് അല്ലെങ്കിൽ ജീപ്പ് സർവീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.